ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഒരു കോട്ടയുടേതാണ്. തങ്കശ്ശേരി കോട്ട. കൊല്ലം ജില്ലയിലാണ് ഈ കോട്ടയുടെ അവശേഷിപ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം നഗര കേന്ദ്രത്തിൽ നിന്ന് ഒരു 4-4.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ തങ്കശ്ശേരി കോട്ട അതിൻ്റെ അവശേഷിപ്പുകൾ ഉള്ള ഇടത്തെത്താം. കോട്ടയുടെ ചില അവശേഷിപ്പുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ. എങ്കിലും അത് ഓർമ്മപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾ നീണ്ട നമ്മുടെ നാട്ടിലെ വൈദേശിക ആധിപത്യത്തിൻ്റെ ചരിത്രം കൂടിയാണ്. കച്ചവടത്തിനായി നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസ് ആയിരുന്നു. അവർ തന്നെയാണ് ഈ കോട്ട ഇവിടെ പണിതത്. പൂർണ്ണമായും വെട്ടുകല്ല് ഉപയോഗിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർ ഈ കോട്ട പണിതത് 1517 തങ്കശ്ശേരി പോർച്ചുഗീസുകാരുടെ ഒരു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രമായിരുന്നു. അതിനെ മറ്റ് യൂറോപ്യൻ ശക്തികളിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ കെട്ടിയ കോട്ട കൂടിയാണ് ഇത്. ഈ കോട്ടയിൽ നിലയുറപ്പിച്ചിരുന്ന പീരങ്കികൾക്കും നിരീക്ഷണ കണ്ണുകൾക്കുമൊക്കെ പോർച്ചുഗീസുകാരുടെ ശത്രുക്കളിൽ നിന്ന്, അറബിക്കടൽ കടന്നെത്തി വരുന്ന അവരുടെ ശത്രുക്കളിൽ നിന്ന് പ്രതിരോധം സൃഷ്ടിക്കുവാൻ 1661 വരെ മാത്രമേ സാധിച്ചുള്ളൂ. പോർച്ചുഗീസുകാർക്ക് ശേഷം നമ്മുടെ നാട്ടിലേക്ക് വന്ന മറ്റൊരു വിദേശ ശക്തി, യൂറോപ്യൻ ശക്തിയായിരുന്നു ഡച്ചുകാർ. പോർച്ചുഗീസുകാരുമായി നിരന്തരം ഏറ്റുമുട്ടലിലേർപ്പെട്ട അവർ 1661 ഈ കോട്ട അവരുടെ നിയന്ത്രണത്തിലാക്കി. അവിടെയും അവസാനിക്കുന്നില്ല. 1795 അന്ന് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടൻ ഡച്ചുകാരിൽ നിന്നും ഈ കോട്ട പിടിച്ചടക്കി. 2025 നമ്മളിത് കാണുമ്പോൾ ഈ അവശേഷിക്കുന്ന മൺതരികൾക്ക് നമ്മളോട് പറയുവാനുള്ളത് 508 വർഷത്തെ ചരിത്രമാണ്. അതിൽ ഈ കോട്ടയ്ക്കുള്ളിലായി മാറി മാറി വളർന്നു വന്ന യൂറോപ്യൻ ഗ്രാമങ്ങളുടെയും അവരുടെ ജീവിതത്തിൻ്റെയും കഥകളുണ്ട്. ഇവിടെ ഈ കടലിലും തീരത്തുമായി കച്ചവടത്തിനും അധികാരത്തിനുമായി യൂറോപ്യന്മാർ നടത്തിയ 1000 പടവെട്ടുകളുടെ ഗാഥകളുണ്ട്. അധികമാരും അറിയാതെ പോയ അന്ന് അടിമകളാക്കപ്പെട്ട തദ്ദേശീയരായ മനുഷ്യരുടെ കണ്ണുനീരിൻ്റെ കഥകളുമുണ്ട്. ഇന്നീ കാഴ്ച കണ്ട് വിസ്മയിക്കുന്ന നമ്മളുമുണ്ട്. തങ്കശ്ശേരി കോട്ടയ്ക്ക് കഥകൾ ധാരാളം പറയുവാനുണ്ട്. കഥകൾ പറയുക മാത്രമല്ല, ചരിത്രമറിയുന്ന ഒരാൾക്ക് കഥകൾ മെനയുവാനും തങ്കശ്ശേരി കോട്ട ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ തങ്കശ്ശേരി കോട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകൾ മാത്രമല്ല, ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്. പുരാവസ്തു വകുപ്പിന് കീഴിലെ ഒരു സംരക്ഷിത കേന്ദ്രമാണ് ഇപ്പോൾ ഈ കോട്ട. തങ്കശ്ശേരി കോട്ടയിൽ നമ്മൾ എത്തിച്ചേർന്നാൽ അതിന് തൊട്ടടുത്തായി തന്നെ ഒരു മനോഹരമായ വാട്ടർ പാർക്കുണ്ട്. അതിനടുത്തായി തന്നെ തങ്കശ്ശേരി വാച്ച് ടവറുമുണ്ട്. ഈ 2 കാഴ്ചകളും നമുക്ക് 3 കാഴ്ചകളും നമുക്ക് ഒറ്റ യാത്രയിൽ സാധ്യമാകും. തങ്കശ്ശേരി നമ്മളോട് പറയുന്നത് യൂറോപ്യന്മാരുടെ ചരിത്രമല്ല, നമ്മുടെ ചരിത്രമാണ്, നമ്മുടെ കഥകളാണ്. കഥകളും കാഴ്ചകളും അവസാനിക്കുന്നില്ല. കൂടുതൽ കാഴ്ചകൾക്കും കഥകൾക്കുമായി എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം.